ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ തന്നെ വീടെല്ലാം പൂട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഇത് ഏർലി മോർണിംഗ് അവേഴ്സാണ്. ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുറത്ത് വെളിച്ചമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ശരിക്കും സൺറൈസ് ആയിട്ടില്ല. ഇത്ര രാവിലെ ഞാൻ എങ്ങോട്ടാണെന്നല്ലേ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്. ചെറിയൊരു ടെമ്പിൾ വിസിറ്റാണ്, ക്ഷേത്ര ദർശനമാണ്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. തിരുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്ര നേരത്തെ പോകണമെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ കുറച്ചൊരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുകയാണെങ്കിൽ 6:37 ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ സൺറൈസ് ഒക്കെ കഴിയും. അപ്പോൾ ഇച്ചിരി പടിയൊക്കെ കയറി ഒരു പാറയുടെ പുറത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി വെയിലത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് രാവിലെ പോകുന്നത്. അങ്ങനെ ടെമ്പിൾ പ്രിമൈസസിൽ എത്തിക്കഴിഞ്ഞു. കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെ. ആ 2 സൈഡിലും വീടൊക്കെ ഉള്ളൊരു ഏരിയയാണ്, ജനവാസ മേഖല തന്നെയാണ്. ഒരു കാലത്ത് തലസ്ഥാന നഗരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ഭാഗമായിരുന്നു. അതായത് കുറച്ച് മലകളും ഒക്കെയുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു, കൃഷി സ്ഥലങ്ങളും ഒക്കെ തിരുമല. പിൽക്കാലത്ത് അത് ആധുനിക സിറ്റിയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ തിരുമല എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലേഷൻ കൂടുതലുള്ള, ശരിക്കും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഭയങ്കര ഒരു സിറ്റി ലൈഫിൻ്റെ ഒരു പ്ലേസാണ്. പക്ഷേ അതേസമയം ഇവിടെ ആ പൗരാണികമായ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാറയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പടിക്കെട്ടുകൾ കയറി തുടങ്ങി. ഇവിടെ ഏകദേശം ഒരു 110 പടിക്കെട്ടുകളുണ്ട് കയറാൻ. ഈ 110 സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലെത്താൻ, ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുന്ന ആ അവസാനത്തെ സ്റ്റെപ്പ് വരെ കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് 110 പടിക്കെട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും സാവധാനം കയറി മേളിലേക്ക് പോകണം. ഇപ്പോഴത്തെ സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു രാവിലത്തെ സമയമാണ് കേട്ടോ. ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, 6-6:15. വലിയ വെയിലൊന്നും ആയിട്ടില്ല. ഏതാണ്ട് പടിക്കെട്ടുകൾ കയറി ഓൾമോസ്റ്റ് ടോപ്പിലെത്താറായി. അതിന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തും. ഇത് തിരുമലയിലെ പാറക്കോവിൽ എന്നറിയപ്പെടുന്ന ഒരു പുരാതനമായ ഹിന്ദു ക്ഷേത്രമാണ്. പാറയുടെ മുകളിലാണ് ഇതിൻ്റെ സ്ഥാനം. കൃഷ്ണ ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. സൺറൈസ് കഴിഞ്ഞു, സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞു. ഇതെന്ത് മനോഹരമായ ഒരു ദൃശ്യമാണല്ലേ ഈ കാഴ്ച. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പേരാണ് ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റിയുടെ ഏകദേശം എല്ലാ കാഴ്ചകളും ഇവിടെ നിന്ന്, അതായത് ഒരു നല്ലൊരു ഏറിയൽ വ്യൂ കിട്ടുമെന്ന് തന്നെ പറയാം. ഈ സിറ്റി കാഴ്ചകൾ ഇവിടെ നിന്ന് കാണുമ്പോൾ എത്ര മനോഹരമാണ്. പ്രത്യേകിച്ച് ഒന്നുകിൽ ഏർലി മോർണിംഗ് അവേഴ്സ് അല്ലെങ്കിൽ ഈവനിങ് ടൈം. ഇത് ഭംഗിയല്ലേ, നോക്കിയേ എനിക്ക് ചുറ്റും കാണുന്ന കാഴ്ച. ഈ തിരുമല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അക്ഷരാർത്ഥത്തിൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെ അറിയോ? തിരുമല, ദാറ്റ് മീൻസ് ദ ഹോളി ഹിൽസ് എന്ന് വേണമെങ്കിൽ പറയാം, വിശുദ്ധ കുന്ന്. ശ്രീകോവിലിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് വലം വെച്ച് തൊഴുതിട്ടാണ് നടന്ന് അങ്ങോട്ട് പോകണം. ഈ പാറയുടെ മുകളിൽ തന്നെയാണ് ക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു വാതിൽ കാണാം, അതായത് ഒരു വഴിയുണ്ട്. പക്ഷെ അതുവഴിയല്ല കയറേണ്ടത്, അപ്പുറത്തെ സൈഡിലൂടെ നടന്ന് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാതിലുണ്ട്. ദാറ്റ് ഇസ് എ മെയിൻ എൻട്രൻസ്. അതുവഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു പോകേണ്ടത്. ഈ സമയമായതുകൊണ്ട് അധികം ആളും ബഹളം ഒന്നുമില്ല. അവിടുത്തെ നമ്മുടെ കൗണ്ടറൊക്കെ, അതായത് രസീതൊക്കെ എടുക്കേണ്ട കൗണ്ടേഴ്സ് എല്ലാം ക്ലോസ്ഡ് ആണ് തൽക്കാലം. വിളക്കെല്ലാം തൊഴുതിട്ട് ഞാൻ ആ പടിക്കെട്ട് കയറി മേളിലേക്ക് പോകാൻ പോവാണേ. പക്ഷേ ഉള്ളിലെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ല. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. തിരുമലയിലെ ത്രിചക്രപുരം എന്ന ഒരു വലിയ കുന്നാണിത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പേര് ത്രിചക്രപുരം ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന ദൃശ്യം എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര മനോഹരമാണ്. ഇപ്പോൾ രാവിലെ സമയം കൂടി ആകുമ്പോൾ എന്താ ഭംഗിയെന്നറിയാമോ? തിരുവനന്തപുരത്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. എന്തായാലും ഞാൻ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അകത്തുനിന്ന് കംപ്ലീറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തേക്ക്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ ഈ സൈഡിലുള്ള വാതിലാണ്. ഇതുവഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. കയറേണ്ടത് അപ്പുറത്തെ സൈഡിലൊരു പ്രധാന വാതിലുണ്ട്. അകത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങ് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. വട്ട ശ്രീകോവിലാണ് പ്രധാന പ്രതിഷ്ഠ ഇരിക്കുന്നത്, കൃഷ്ണ ഭഗവാന്റെ. അതിൻ്റെ സൈഡിലായിട്ട് 2 ചെറിയ ശ്രീകോവിലുണ്ട്. ഒന്ന് മഹാഗണപതിയുടെയും മറ്റേത് അയ്യപ്പ ഭഗവാന്റെയും. അകത്തെ പ്രസാദമൊക്കെ ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് പ്രസാദം കിട്ടി രാവിലെ തന്നെ. ഞാനതാണ് ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം കഴിക്കുന്നത്.
കുറിയെല്ലാം ഇട്ടു. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഞാൻ കാഴ്ചകൾ കാണാനായിട്ട് ആ ഭാഗത്തേക്കൊക്കെ നടക്കുകയാണ്. പിന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധാരാളം ഐതിഹ്യ കഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യ കഥ എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാരുടെ വനവാസവുമായി ബന്ധപ്പെട്ടാണ്. എന്നിട്ട് ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാണുന്ന ചെറിയൊരു കുളം പോലെയല്ലേ, ഒരു ചെറിയൊരു പോണ്ട് പോലെ, ഇപ്പോൾ ഇത് ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീപ്പല്ല, കുറച്ച് വെള്ളം, ഒരു കാലത്തും വെള്ളം വറ്റാത്ത ഒരു ഉറവയാണിത്. അതായത് അർജുനൻ ഈ പാറയിൽ അമ്പ് ചെയ്തിട്ട് അവിടെ വെള്ളം വന്നു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അവർക്ക് വേണ്ട വെള്ളം കിട്ടാനാണ് ഇവിടെ അമ്പ് ചെയ്ത് ഇങ്ങനെ വെള്ളം ഉണ്ടായത്. ഈ വെള്ളത്തിൻ്റെ സ്രോതസ് അങ്ങനെയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്ത് ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു തടാകം, ചെറിയൊരു പോണ്ട് പോലെ വരുന്നു. അതിൽ ഒരു കാലത്തും വെള്ളം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏത് കടുത്ത വേനലിലും അത് വളരെ അതിശയോക്തി എന്ന് പറയാൻ പറ്റില്ല. അതൊരു വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ആ പാറയില്ലേ, അതാണ് മണിപ്പാറ. കുറച്ച് ദൂരെയാണ്, പക്ഷേ ഇതിന് വളരെ അടുത്ത് തന്നെയാണ്, പാരലായിട്ടാണ് ആ വലിയൊരു പാറ. ആ മണിപ്പാറയും ഇവരെല്ലാവരും തന്നെ പഞ്ചപാണ്ഡവന്മാരെല്ലാം ആ ഭാഗത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടെ പോയി നോക്കുകയാണെങ്കിൽ ഭീമന്റെ കാൽപ്പാട് കാണാമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം തന്നെ പഞ്ചപാണ്ഡവന്മാരുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ പാറേക്കോവില്, വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇത് 5000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ആ കാലത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വെളിയിൽ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് സ്വയംഭൂ ആയിട്ടുള്ള ഒരു വിഗ്രഹമാണ് അവിടെ. അതും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് പോകുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് വലിയ തിക്കും തിരക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പോയ ഈ പർട്ടിക്കുലർ ഡേ ആയതുകൊണ്ടായിരിക്കാം വലിയ ആളും ബഹളമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത ചില ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ വളരെ തിരക്കാണെന്നാണ് പറയുന്നത്. എന്തായാലും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്, കാണേണ്ട കാഴ്ചകളാണ്. അകത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് എന്താ അറിയോ ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നത്. ആ ഭംഗിയുള്ള ശ്രീകോവിലും വട്ടത്തിലെ ഷേപ്പുള്ള കേരള ടിപ്പിക്കൽ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ആ വട്ട ശ്രീകോവിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ പിൽക്കാലത്ത് വന്നതാട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു, പ്രാർത്ഥിച്ചു. മനസ്സിന് വളരെ സന്തോഷം നൽകിയൊരു ദിവസം. തിരുമലയുള്ള പാറേക്കോവിലിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങി തുടങ്ങി. ഇനി വീണ്ടും 110 സ്റ്റെപ്സ് ഇറങ്ങിയാണ് താഴേക്ക് വരേണ്ടത്. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം കാണാം. അത് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അടുത്ത് ആ സ്റ്റെപ്സ് അങ്ങ് താഴേക്ക് വരുന്ന ഭാഗത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ എല്ലാ വീടുകളുണ്ട്. അതിലൊരു വീട്ടിലെ ആൾക്കാർക്ക് എനിക്കറിയാം, അവർക്ക് എന്നെ അറിയാം. അപ്പോൾ ഞാൻ ഇച്ചിരി കുശലമൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. ഇത്ര രാവിലെ ഞാൻ അവിടെ എത്തിയതുകൊണ്ട് അവർക്ക് അതിശയമാണ്, എന്താ ഈ സമയത്ത് വന്നല്ലോ എന്താന്നൊക്കെ ചോദിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിലും കൂടി കയറിയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശിവഭഗവാന്റെ ശ്രീകോവിലുള്ള ഒരു സമാധിയാണ് ഈ മാധവസ്വാമി ആശ്രമം. ഇത് പൂജാ ഡേയ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെയും പൂജയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സരസ്വതി ദേവിയെ പൂജ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. വളരെ സെറൈൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ആശ്രമത്തിൻ്റെ അകത്ത്. അവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് പിന്നെ അതിൻ്റെ താഴത്തെ നിലയിലേക്ക് താഴോട്ടാണ് പോകേണ്ടത്. അണ്ടർഗ്രൗണ്ട് ഒരു നിലയുണ്ട്, അവിടെയാണ് സമാധിയും ശിവഭഗവാന്റെ ശ്രീകോവിലും ഒക്കെ. ഒരു മെഡിറ്റേഷൻ എല്ലാം പറ്റിയ ഒരു അന്തരീക്ഷമാണ് അവിടെ അത്രയും പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആണ്. ശിവലിംഗം, ശിവഭഗവാന്റെ ആ ഒരു പ്രതിഷ്ഠ, അതൊക്കെ പ്രാർത്ഥിച്ച് അത് വലം വെച്ച് വരുമ്പോൾ ശിവലിംഗത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് മാധവസ്വാമിയുടെ ചിത്രം, ഹാരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണട, എഴുതിക്കൊണ്ടിരുന്ന ഡയറി, വസ്ത്രങ്ങൾ, അതെല്ലാം തന്നെ ഒരു കണ്ണാടി പെട്ടിയിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാനിപ്പോൾ തിരിച്ച് താഴത്തെ നിലയിൽ നിന്ന് വീണ്ടും മേളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ മാധവസ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കറക്റ്റ് രാവിലെ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു, ആശ്രമത്തിൽ പോയി, അപ്പോൾ ആ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് നല്ലൊരു പോസിറ്റീവായിട്ട് ഡേ തുടങ്ങുന്നു. ഇനി ഇവിടെ നിന്നും മുന്നോട്ട് പോവാണ്. ഇനി ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. വളരെ പഴക്കം ചെന്നൊരു റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പഴയ ഒരു കടയാണ്. ആ റെസ്റ്റോറൻ്റ് ആണെങ്കിലും അതൊരു പ്രത്യേകതയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഒരു അഗ്രഹാരത്തിൻ്റെ ആ ഭാഗത്താണ് പോകുന്നത്. കരമന സൈഡിലാണ്. ഇനി അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ്. ഇത് കരമന ഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തളിയിൽ റോഡിലാണ്. ഇവിടെ ഒരു പഴയ ഒരു കുഞ്ഞു കടയുണ്ട്. അതിൻ്റെ പേര് ഹോട്ടൽ അന്നപൂർണ. അങ്ങോട്ട് പോകണം. ഇതൊരു അഗ്രഹാരമൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക്, അതായത് കരമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇത് അങ്ങോട്ടേക്കുള്ള എൻട്രൻസാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്താണ് സ്ഥലം. കറക്റ്റ് കരമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ അന്നപൂർണ.
അപ്പോൾ അന്നപൂർണ്ണ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ. അതായത് നോക്കിക്കോളൂ, അന്നപൂർണ്ണ ഭോജനാലയം എന്നാണ് ഇവരുടെ വില പട്ടിക. മെനു ഒക്കെ സംസ്കൃതത്തിലും ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ രണ്ടും നമുക്കറിയാൻ പറ്റും. കോഫിക്ക് കാപ്പി, ചായക്ക് ചായം, വട വടകം, ഇഡലി ശാല്യപൂപം, പിന്നെന്താ ഉഴുന്ന വടയ്ക്ക് പറഞ്ഞാൽ മാഷാ വടകം, പിന്നെന്താ പരിപ്പ് വട സുപ്പവടകം, തൈര് വട ദതി വടകം, ദോശ, ബജി ബർജ, ഉള്ളിവട പാലാണ്ടു വടകം, ചാപ്പാടിന് ഭൂരി ഭോജനം. ഇത് സംസ്കൃതം ആൻഡ് മലയാളം രണ്ടിൻ്റെ ആ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇത് നോക്കിക്കോളൂ. പിന്നെ ഇവിടെ സ്നാക്സ് എല്ലാം ചൂടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ഇവിടുത്തെ പൂരി ആൻഡ് മസാല ഇസ് വെരി ഫേമസ്. ഇവിടെ ബോണ്ട ഡിഫറെൻ്റ് ആണോ ഫില്ലിങ്? പൊട്ടറ്റോ അല്ലേ? വൈറ്റ് കളറിലെ പൊട്ടറ്റോ ആയിരിക്കും അല്ലേ? അത് വൈകുന്നേരമാണ് കിട്ടുന്നത്. ഡിഫറെൻറ്റ് ഫില്ലിംഗ് ഉള്ള ബോണ്ട. ഇപ്പോൾ ഇവിടെ പഴംപൊരിയും പരിപ്പ് വട നോർമൽ ബോണ്ടയായി തോന്നുന്നു. പിന്നെ ഇഡ്ഡലി, പൂരി മസാല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നമുക്ക് സ്മോൾ പൂരീസ്, വെരി ക്യൂട്ട് പൂരി. ആ 3 സെറ്റ്. അതിൻ്റെ കൂടെ പൊട്ടറ്റോ പൊടി മാസ്. ഇതങ്ങനെയാണ് വരുന്നത്. ഇത് ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. സാർ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ നോക്കിയാൽ ചെറിയ പൂരീസ്. ഇതിൻ്റെ കൂടെ ചമ്മന്തി തരുമോ? നമ്മൾ പൂരിയിൽ നിന്നും തുടങ്ങുന്നു. അല്ലാട്ടോ, നല്ല ഹോംലി ഫുഡ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അതേ ഒരു പാക്ക്. ഇവിടെ സ്ഥിരം വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പോയിക്കൊണ്ടേയിരിക്കണം. ഇത് ക്യൂട്ട് ഷോപ്പ്. ഇത്രയും വർഷം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. 68 ഇയേഴ്സായിട്ട് ഈ കടയുണ്ട്. പഴയകാല സ്മൃതി പോലെ വലിയ പരിഷ്കാരമൊന്നും തൊട്ട് തീണ്ടാതെ അതുപോലെ തന്നെ അവർ കൊണ്ടുപോവുകയാണ്. ഇതിപ്പോൾ രാവിലെ അവൈലബിൾ ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസ്: ഉഴുന്നുവട, പഴംപൊരി, പരിപ്പ് വട ആൻഡ് ബോണ്ട. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറേ കൂടെ കൂടുതൽ സ്നാക്ക് ഐറ്റംസ് വരും. ബോണ്ട അകത്ത് വൈറ്റ് ഫില്ലിംഗ് ഉള്ള ബോണ്ടയല്ല പറഞ്ഞത്, വൈറ്റ് ബോണ്ട. ഇതിൻ്റെ കൂടെ ഈ ചമ്മന്തിയാണ് അല്ലേ? ഇതും പിന്നെന്താ സാമ്പാറാണോ? അപ്പം നോക്കിക്കോളൂ, ഹോട്ട് ഇഡ്ലീസ് എല്ലാം ഹോട്ട്. ഇവരുടെ സാമ്പാർ, ചമ്മന്തി എക്സ്ട്രാ. ഇത് ലൂസ് ചമ്മന്തി, ഇത് കട്ടി ചമ്മന്തി. ദാറ്റ് ഇസ് ഫോർ വട എന്ന് തോന്നുന്നു. കോംബോ. നല്ല ഇഡ്ഡലി, സോഫ്റ്റ് ചൂട്. ചമ്മന്തിക്ക് നല്ല സ്പൈസ് കാണുന്ന പോലെ കേട്ടോ, നല്ല എരിവുണ്ട്. ആൾക്കാരിങ്ങനെ വരുന്നു പോകുന്നു, കഴിക്കുന്നു പോകുന്നു. അതിങ്ങനെ ഒരു നോൺ സ്റ്റോപ്പ് പ്രോസസ്. ചമ്മന്തി കൂട്ടി വട, ഈ കട്ട ചമ്മന്തി. അടിപൊളി വട കേട്ടോ. ചെറിയ സൈസാണ്. വെരി നൈസ്. ഹോട്ട്. അടിപൊളി ചമ്മന്തി വട. എല്ലാവരും ഇഡ്ഡലിയാണ് കൂടുതൽ വാങ്ങിക്കുന്നത് കേട്ടോ. ഹോംലി, വെരി ഹോംലി ഫുഡ്. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ പഴയ ആൾക്കാർ വരുന്നുണ്ട്. 30 വർഷമായിട്ട് വരുന്ന ആൾക്കാരാണ്. ഈ സാറെല്ലാം ഇവിടെ സ്ഥിരം 30 വർഷമായിട്ട് വരുന്ന ആളാണെന്ന് പറഞ്ഞത്. ആ പഴയ ഓണറുള്ള കാലം തൊട്ട് ഹോംലി ഫുഡ്, അതാണ് എല്ലാവരും പറഞ്ഞത്. എനിക്കത് ICICI ബാങ്കിലാണ് മകൻ വർക്ക് ചെയ്യുന്നത്. ശക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇതിലെ പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെ അല്ലേ? ഹോംലി, എക്സാക്ട്ലി. പൂരി ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും. നൈസ്. അവർക്കൊരു കമേഴ്ഷ്യൽ ഫീലില്ല. വീട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഫീലാണ്. ഇത് കാരാവടയാണ് കേട്ടോ, ബോണ്ടയല്ല. ദിസ് കാരാവട ട്രിവാൻഡ്രം സ്പെഷ്യലാണ്. കാരാവടയ്ക്ക് നമ്മുടെ ട്രിവാൻഡ്രം ഭയങ്കര ഫേമസ് ആണ്. അതും ചട്നി കൂട്ടി തന്നെ കഴിക്കാം. ആൻഡ് പഴംപൊരി, മൈ ഫേവറേറ്റ്.
വയറ് നിറഞ്ഞു. അതാ വിത്ത് ചമ്മന്തി, ഇനി പരിപ്പോടെ വിത്ത് ചമ്മന്തി. അടിപൊളി. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇവിടെ ഫിൽറ്റർ കോഫിയാണോ സാധാ കോഫിയാണോ? ഉണ്ടല്ലേ, അത് ഫിൽറ്റർ കോഫിയാണ്. ഓ താങ്ക് യു. ഫിൽറ്റർ കോഫി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഫിൽറ്റർ കോഫി കുടിച്ചിട്ടില്ല. വീണ്ടും അതിൻ്റെ യുഗം തുടങ്ങുന്നു. ഇതൊരു ബ്രാഹ്മിൻ ഏരിയയാണ്, കൂടുതലും ബ്രാഹ്മിൻസാണ് ഈ കരമന ഭാഗത്തൊക്കെ. ഒരു വലിയ ഒരു അഗ്രഹാരം ഏരിയയൊക്കെയാണ്. കുറച്ചൊരു തമിഴ് ഇൻഫ്ലുവൻസ്ഡ് ഏരിയ പോലെ പറയാം. നല്ല വെജിറ്റേറിയൻ ഫുഡും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പോകും. നൈസ്, നല്ല കോഫി. ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കോഫിയും കുടിച്ച് തീർത്തിട്ട് അടിപൊളി അന്നപൂർണ്ണ ഒരു ഹോംലി ഫുഡ് കിട്ടുന്നൊരിടം, പ്യോർ വെജ്. അതെ, അന്നപൂർണ്ണയിൽ നിന്നും ഇറങ്ങുന്നു, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ വളരെ പഴക്കം ചെന്ന പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ അന്നപൂർണ്ണ. ഇപ്പോൾ ഇത് 1968 തുടങ്ങിയതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നി അത് 68 വർഷമായി എന്നാണ്. അങ്ങനെയല്ല, 58 ഇയേഴ്സ് ആയിട്ടുണ്ട് ഏകദേശം. ഓക്കെ, അങ്ങനെ നല്ലൊരു എന്താ പറയുക പ്രഭാതം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ക്ഷേത്ര ദർശനം, അത് കഴിഞ്ഞ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രിവാൻഡ്രത്താണ് എൻ്റെ കറക്കം. ട്രിവാൻഡ്രം ആൻഡ് പരിസര പ്രദേശങ്ങൾ. ഇനി നമ്മൾ ദൂരെ മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ പോകുന്നുണ്ടാവും, പക്ഷേ കുറച്ച് ട്രിവാൻഡ്രം വിശേഷങ്ങളെല്ലാം കണ്ടിട്ടാകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ വരിക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകൾ, എന്താ പറയുക, വളരെ പാരമ്പര്യമുള്ള കടകൾ, അതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന തെറ്റാണല്ലോ. അപ്പോൾ അത് നമ്മളിവിടെയൊക്കെ താമസിച്ചിട്ട് ഇതൊക്കെ മിസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ